നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. 2020 കുതിച്ചുയരുന്ന നക്ഷത്രങ്ങൾ ഏത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. 2020 അതായത് 2020, 21, 22 കാലഘട്ടത്തിൽ ഏറ്റവുമധികം ഉയർച്ചയുള്ള, ഏറ്റവുമധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാക്കുന്ന, അവർ എന്ത് ചെയ്താലും വലിയ ഉന്നതികളിലേക്കെത്തുന്ന ഏതൊക്കെ നക്ഷത്രങ്ങളാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ വിശകലനമില്ലാതെ പറഞ്ഞാൽ, വിശാഖം നക്ഷത്രത്തിനും അതുപോലെ അനിഴം നക്ഷത്രത്തിനും തൃക്കേട്ട നക്ഷത്രത്തിനും വളരെ നല്ല സമയമാണ്. കൂടാതെ ഒരു 6 നക്ഷത്രങ്ങൾക്ക് കൂടി വളരെ നല്ല സമയമാണ്. 2020, 2021, 22 കാലഘട്ടങ്ങളിൽ അവർ എന്ത് വിചാരിക്കുന്നുവോ അത് സാധ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 3 വർഷ കാലഘട്ടം അവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 2020, 21, 22 കാലഘട്ടങ്ങളിൽ. അതിലേറ്റവും കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്ന നക്ഷത്രങ്ങൾ വിശാഖം നക്ഷത്രവും അനിഴവും തൃക്കേട്ട നക്ഷത്രവുമായിരിക്കും. അവർക്ക് ഏകദേശം ഒരു 7-8 വർഷത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെയേറെ ഉന്നതികളിലെത്തുന്നതായിരിക്കും. അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറും. ഗൾഫ്, വിദേശ യാത്രകളൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകുകയും, അതുപോലെ വിവാഹ കാര്യങ്ങൾ, അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ സർക്കാർ ജോലികൾ, ഇവയൊക്കെ അവർക്ക് നിഷ്പ്രയാസം അവർക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ നൽകുക. വ്യാഴാഴ്ച ദിവസം അവർ അന്നദാനമൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിയാൽ അവർക്ക് വളരെയേറെ ഗുണകരമാകും. അവർ അങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ അനിഴ നക്ഷത്രത്തിനും മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. അവർ ഉദ്യോഗ കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെയേറെ മികവ് പുലർത്തുവാൻ കഴിയും. അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം അവർക്ക് സാധ്യമാകും എന്നുള്ള കാര്യം സർവശക്തനായ ഈശ്വരനെ മുൻനിർത്തി ഞാൻ പറയുന്നു. അത് ഉറപ്പായും അവർ നടക്കും. ഇതുവരെയുള്ള അവരുടെ സകല കഷ്ടപ്പാടുകൾക്കും ഒരു അറുതി വന്നുകൊണ്ട് അവർ ഉയരങ്ങൾ താണ്ടുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ അവർ എന്തായിരുന്നുവോ, അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിയിരുന്നുവോ അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ അവർ സാമ്പത്തികമായി വളരെയേറെ മുന്നിലെത്തുകയും അവർക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അനേകായിരം മടങ്ങ് ഉയരത്തിൽ എത്തുവാൻ അവർക്ക് സാധിക്കും. അവർ കുതിച്ചു തന്നെ ഉയരും. അവർക്ക് 2020 മുതൽ ഏകദേശം ഒരു 7 വർഷത്തോളം വളരെ നല്ല സമയവുമായിരിക്കും. അവർ ആ കാലഘട്ടം വളരെ പ്രയോജനപ്പെടുത്തുക. ഈശ്വരവിശ്വാസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ശിവന് ജലധാരയൊക്കെ നടത്തുക. അതുപോലെ അവർക്ക് തിങ്കളാഴ്ച ദിവസമൊക്കെ വളരെ അനുകൂലമായിരിക്കും. നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലൊക്കെ പോയി ധാരയൊക്കെ നടത്തുക. അത് അവരുടെ ജീവിതത്തിന് തന്നെ വളരെയേറെ ഗുണകരമാകുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ ഭഗവാന്റെ സാമീപ്യം അവർക്ക് ഉന്നതികളിലെത്തുവാൻ സഹായമാകും. അതുപോലെ മറ്റൊരു നക്ഷത്രമാണ് കേട്ട നക്ഷത്രം. കേട്ട നക്ഷത്രത്തിനും വളരെയേറെ ഉന്നതി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഏകദേശം ഒരു 7 വർഷത്തോളം അവർക്ക് സാമ്പത്തികമായും മാനസികമായും വളരെയേറെ സന്തോഷം നൽകുന്ന കാലഘട്ടമായിരിക്കും. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും
അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അനുയോജ്യമായ രീതിയിൽ മുന്നേറുകയും ഒക്കെ ചെയ്യും. അവർക്കും വളരെ നല്ല ഒരു കാലഘട്ടമാണ് 2020 മുതൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ്. അവരും ഈശ്വര ആരാധനയൊക്കെ നടത്തുക. അവർക്ക് തീർച്ചയായും ഫലപ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ അവർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ നൽകുക, അതുപോലെ ഗായത്രി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം അവർ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് തീർച്ചയായും അതുകൊണ്ട് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. അവർക്ക് നല്ല ഒരു ഗുണകരമായ ജീവിതശൈലി തന്നെ ഉണ്ടാകും. മറ്റ് 3 നക്ഷത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവുമാണ്. അവർക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം സാധ്യതകൾ ഉള്ള ഒരു വർഷങ്ങൾ തന്നെയായിരിക്കും 2020 മുതൽ 3 വർഷക്കാലത്തേക്ക് അവർ എന്ത് മനസ്സിൽ കരുതുന്നുവോ, എന്ത് അവർ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വളരെ നിഷ്പ്രയാസം സാധ്യമാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2020 മുതൽ 2021, 2022 കാലഘട്ടം. ആ സമയം അവർ വളരെയേറെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അവർക്ക് സർവശക്തനായ ഈശ്വരൻ ഒരു തുണ നൽകും. അവർക്ക് എന്ത് വിചാരിക്കുന്നുവോ അതൊക്കെ സാധ്യമാക്കും. അവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം, വിദേശയാത്ര, സർക്കാർ ജോലി, വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ അവർക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അവർ എന്തു വിചാരിക്കുന്നുവോ അതൊക്കെ സർവശക്തനായ ഈശ്വരൻ നടത്തിത്തരും. അവർക്ക് ഭൂമി സംബന്ധമായും വീട് സംബന്ധമായും ഒക്കെ ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും. അതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ ആദ്യഘട്ടത്തിലൊരു തടസ്സം നേരിടുമെങ്കിലും പിന്നീട് അവർക്ക് വളരെയേറെ ഗുണകരമാകുന്ന ഒരു കാലഘട്ടമാണ് 2020 മുതൽ 2022 കാലഘട്ടം. 2022 വരെ അവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തുളസിപ്പൂ കൊണ്ട് അവർ അർച്ചന ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അവർക്ക് ചൊവ്വാഴ്ച ദിവസം വളരെ അനുകൂലമാണ്. അവർ ചൊവ്വാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്താലും അവർക്കത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പൂർത്തീകരിക്കുവാൻ കഴിയും. അതവർക്ക് വലിയ ഒരു ഗുണകരമായ ഒരു ദിവസം തന്നെയായിരിക്കും ചൊവ്വാഴ്ച ദിവസം. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രത്തിനും ഈ 3 വർഷ കാലഘട്ടം വളരെയേറെ ഗുണകരമായ കാലഘട്ടമാണ് 2020, 2021, 2022 കാലഘട്ടം. അവർക്ക് സുപ്രധാനമായ പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ അത്യുന്നതങ്ങളിൽ അവർക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിലൊക്കെ വിജയിക്കാൻ കഴിയും. MBBS പോലുള്ള ഉദ്യോഗങ്ങളിലൊക്കെ പഠിത്തത്തിലുമൊക്കെ വളരെയേറെ വിജയം കൈവരിക്കുവാൻ സാധ്യമാക്കും. അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് സാധ്യമാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇത്. അതുപോലെ അവർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ദേവിക്ക് കുങ്കുമ അർച്ചന നടത്തുക. കുങ്കുമാർച്ചന ദേവിക്ക് നടത്തുന്നത് അവർക്ക് വളരെയേറെ അനുകൂലമായ ഒരു കാലഘട്ടം ഉണ്ടാക്കാൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസം തന്നെയായിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ സർവശക്തനായ ഈശ്വരനോട് അവർ ആഗ്രഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. അത് അവർക്ക് വളരെയേറെ ഗുണകരമാകും. ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ ഏറെ ഗുണകരമായിരിക്കും. മറ്റൊരു നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രത്തിനും വളരെയേറെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. 2020, 2021, 2022 കാലഘട്ടങ്ങളിൽ അവർക്ക് വളരെയേറെ ഗുണകരമായ ഒരു വർഷം തന്നെയായിരിക്കും. മുൻ വർഷങ്ങളിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ വളരെയേറെ അറുതി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അവർക്ക് വളരെയേറെ ഗുണകരമാക്കും. അതുപോലെ മറ്റ് 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രം നക്ഷത്രം, അതുപോലെ മകം, പൂരം നക്ഷത്രങ്ങൾ.
ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദവും അതുപോലെ മകൻ നക്ഷത്രത്തിനും പൂരം നക്ഷത്രത്തിനും വരാനിരിക്കുന്നത് സൗഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ്. അവർ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. 2020 വരുന്ന വ്യാഴമാറ്റത്തോടു കൂടി അവർക്ക് വളരെയേറെ ഗുണകരവും അതുപോലെ പ്രയോജനപ്രദവുമായ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കടക്കും. അവർക്ക് തീർച്ചയായും യാതൊരു ബുദ്ധിമുട്ടുകളും വരില്ല. അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അനുയോജ്യമായ രീതിയിൽ നടക്കും. അതുപോലെ അവർക്ക് ഈശ്വരാരാധന നടത്തുക അവർക്കത് വളരെയേറെ ഗുണം ചെയ്യും. അവർ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, ശിവന് ജലധാര, അതുപോലെ പഞ്ചാക്ഷരി മന്ത്രം എന്നിവയൊക്കെ പരിഹാരമാകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവർ നടത്തുക. ക്ഷേത്രത്തിൽ പോകുക. ക്ഷേത്രത്തിൽ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായും അവർക്കത് ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.